ലൂസിഫർ 2 ഇറങ്ങി രാവിലത്തെ ഫാൻ ഷോയ്ക്ക് കയറിയ ആളുകളൊക്കെ പുറത്തോട്ട് ഇറങ്ങി വരുന്ന സീനുകളൊക്കെ പല യൂട്യൂബേഴ്സും ഉണ്ടല്ലോ, ഒരു തിയേറ്റർ റിവ്യൂ എന്ന രീതിയിലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ സിനിമയ്ക്ക് പോയി തിരിച്ചു വരുന്ന ആളുകളുടെയൊക്കെ മുഖഭാവം കാണുമ്പോൾ മരിച്ച വീട്ടിൽ നിന്ന് വരുന്ന പോലെ കണ്ടത്. പലരും വളരെ കഷ്ടപ്പെട്ടാണ് പടത്തെക്കുറിച്ച് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത്. പോസിറ്റീവായിട്ട് പറയുമ്പോഴും ലൂസിഫർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ മുമ്പ് ഇറങ്ങിയ പൃഥ്വിരാജിൻ്റെ സിനിമേൻ്റെ അത്രത്തോളം ആയിട്ടില്ല എന്നൊക്കെയാണ് ആളുകൾ പറയുന്നത്. പൃഥ്വിരാജ് ലൂസിഫർ ഇറങ്ങിയ സമയത്ത് ഭയങ്കര സട്ടിലായിട്ടായിരുന്നു അതിൻ്റെ പ്രൊമോഷൻസ് കാര്യമായിട്ട് ചെയ്തിട്ടുണ്ടായില്ല. പ്രൊമോഷൻസ് ചെയ്തിട്ടുണ്ടെങ്കിൽ പടം ഇറങ്ങുന്നു എന്ന രീതിയിൽ ഉള്ള അഡ്വർടൈസ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും തള്ളു തീരെ കുറവായിരുന്നു. കാര്യമായിട്ടൊന്നും പറഞ്ഞില്ലായിരുന്നു ആ പടത്തെക്കുറിച്ച്. ആ ഒരു ഓവർ എക്സ്പെക്റ്റേഷനിൽ പോയിട്ട് പടം കണ്ടു കഴിയുമ്പോഴത്തേക്കും ഉണ്ടാവുന്ന ഒരു നെഗറ്റീവ് സാധനമൊക്കെ ഒഴിവാക്കാൻ വേണ്ടി പുള്ളി ചെയ്തത്. പക്ഷേ എമ്പുരാനിൽ അത് ലൂസിഫർ 2 ഇറങ്ങിയപ്പോൾ അങ്ങനെയല്ല സംഭവിച്ചത്. പുള്ളി ഭീകരമായിട്ട് പ്രൊമോഷനായിരുന്നു, കാര്യമായിട്ട് പ്രൊമോഷൻ ചെയ്തു. അത് കണ്ടപ്പോഴേ ആ അതിൻ്റെ ഒരു സൈൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു കോൺഫിഡൻസ് കുറവാണ്. അതായത് പടം ഇറങ്ങിയിട്ട് പടം കാശുണ്ടാക്കും, ഓടും നല്ലപോലെ എന്നുള്ള ഒരു ധാരണ കുറവ് അല്ലെങ്കിൽ ആ കോൺഫിഡൻസ് ഇല്ലായ്മ ആണ് പടം ഇറങ്ങുന്നതിന് മുമ്പ് ഉണ്ടായിട്ടുള്ള ആ ഭീകര പ്രൊമോഷൻ. ലൂസിഫർ ചെയ്തിട്ടും പ്രൊമോഷൻ മലയാള സിനിമ വേറെ ആരും ചെയ്തെന്ന് എനിക്ക് തോന്നുന്നില്ല, അതുപോലെ ചെയ്ത്. അതിൻ്റെ അർത്ഥം അതായത് ആ കോൺഫിഡൻസ് ഇല്ല. അതിന് മുമ്പ് ഇറങ്ങിയ പടം പുള്ളി ട്രീറ്റ് ചെയ്ത പോലെയല്ല രണ്ടാമത് ഇറങ്ങിയ പടം ചെയ്തത്. പടം കണ്ടിറങ്ങിയ ആളുകളൊക്കെ ഈ തരത്തിൽ വളരെ ലോ ആയിട്ടാണ് ആ ഒരു സാധനം അവർക്ക് കിട്ടിയിട്ടില്ല, അവർ എക്സ്പെക്റ്റ് ചെയ്ത് പോയിട്ടുള്ളത്. മലയാള സിനിമ ഇത്തരത്തിൽ ഉണ്ടല്ലോ, അവർ പറയുന്നത് പാൻ ഇന്ത്യൻ സിനിമ എന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ചുകൊണ്ടൊരു സിനിമ പാൻ ഇന്ത്യൻ ആവത്തില്ലല്ലോ. മലയാള സിനിമ ഇന്ത്യയിലെ മറ്റുള്ള സംസ്ഥാനങ്ങളിലൊക്കെ റെക്കഗ്നൈസ് ചെയ്തിരിക്കുന്നത് ലോ ബഡ്ജറ്റിൽ ഇറങ്ങി ഹൈ ആയിട്ട് ചെന്നിട്ടുള്ള പടങ്ങളാണ് മലയാള സിനിമേൻ്റെ എക്സ്പെക്റ്റേഷൻ. മലയാള സിനിമേനെ കുറിച്ച് മറ്റുള്ളൊരു പ്രതീക്ഷയോടെ അല്ലെങ്കിൽ ആളുകൾ ഡിസ്കഷൻ ഇടയ്ക്ക് മറ്റുള്ള സംസ്ഥാനങ്ങളിലുള്ള ആളുകൾ പറയുന്നതിന് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ മലയാളത്തിൽ ഇറങ്ങിയ ക്ലാസ് പടങ്ങളാണ്. അതായത് വളരെ റിയലിസ്റ്റിക് ആയിട്ടുള്ള സിനിമകളാണ് മലയാള സിനിമയുടെ ഒരു ഐഡൻറ്റിറ്റി. ആ ഐഡൻറ്റിറ്റിയിലല്ലാതെ കണ്ട് ഇപ്പം പൃഥ്വിരാജിൻ്റെ സിനിമയിലെ പ്രൊമോഷനിൽ കണ്ടു മറ്റേ റേഞ്ചർ റോവർ ഉണ്ട്, ചോപ്പർ ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് ഒരു 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 വൈറ്റ് സ്കിന്നുള്ള ഒരു ആക്ടർ ഇരുന്ന് പറയുന്നത്. അതൊക്കെ കാണുമ്പോഴേ വളരെ ചീപ്പായിട്ട് തോന്നി. മറ്റുള്ള ഒരു പാൻ ഇന്ത്യ മൂവി ആയിട്ട് ഇറങ്ങുമ്പോൾ ചോപ്പറും റേഞ്ച് റോവറും തുടങ്ങിയിട്ടുള്ള ഒക്കെ കാണിച്ചുകൊണ്ടാണോ ഒരു പടത്തിനെ പ്രൊമോട്ട് ചെയ്യേണ്ടത്? അങ്ങനെ ഒരു മലയാള സിനിമയ്ക്ക് മറ്റുള്ള ഏത് സംസ്ഥാനത്തിൻ്റെ സിനിമയോടെ മലയാളത്തിൽ അങ്ങനെ മത്സരിക്കാൻ പറ്റുക? അവരിവിടെ നമ്മൾ 3 ചോപ്പർ ഇറക്കി ഇപ്പോൾ അവർ 30 ചോപ്പർ ഇറക്കുവാണെങ്കിൽ, അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമുക്ക് മത്സരിക്കാനോ അങ്ങനെ ആ രീതിയിൽ പടം ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് ഒരു പാൻ ഇന്ത്യൻ സിനിമയാക്കാം എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ തെറ്റിപ്പോയി. കണ്ടന്റിന് മാത്രമേ ഇവിടെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. അത്തരത്തിലുള്ള പടങ്ങൾ മാത്രമാണ് റെക്കഗ്നൈസ് ചെയ്യപ്പെട്ടിട്ടുള്ളൂ. മലയാളത്തിൽ വളരെ ക്ലാസ് ആയിട്ടുള്ള റിയലിസ്റ്റിക് ആയിട്ടുള്ള മനുഷ്യൻ്റെ ഇമോഷൻസിനൊക്കെ കൃത്യമായിട്ട് വരച്ച് കാട്ടുന്ന രീതിയിലുള്ള പടങ്ങൾ ഇറങ്ങുന്നുണ്ട്. അത്തരത്തിലുള്ള പടങ്ങളായിരിക്കണം പാൻ ഇന്ത്യ എന്ന് പറഞ്ഞാൽ അവതരിപ്പിക്കേണ്ടത്. ഇത്തരമുള്ള സിനിമകൾ മറ്റുള്ളവരെ പോയി കാണിക്കുമ്പോഴത്തേക്ക് സംഭവിക്കുക വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മലയാളികളുടെ ഇടയിൽ ഇത്തരത്തിലുള്ള ക്വാളിറ്റി ഇല്ലാത്ത ആളുകളും ഈ കൂട്ടത്തിലുണ്ട് എന്നുള്ള അനാവശ്യമായിട്ട് നമ്മൾ മലന്ന് കിടന്ന് തുപ്പുന്നതിന് തുല്യമാണ് ഇത്തരത്തിലുള്ള പടങ്ങളൊക്കെ ഇത്തരത്തിൽ പ്രൊമോട്ട് ചെയ്യുന്നതിലൂടെയും ഇത്തരത്തിൽ ഹൈ ആയിട്ട് കാണിക്കുന്നതിലൂടെയും നമുക്ക് നടക്കത്തുള്ളൂ. പൃഥ്വിരാജ് ഒരു മോശം നടനാണ് എന്നുള്ളത്, മോശം നടൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കമ്പാരിറ്റീവ്ലി മോശം നടൻ തന്നെയാണ്. പൃഥ്വിരാജ് ഒരു മോശം ഡയറക്ടർ കൂടിയാണ് എന്നുള്ളതിൻ്റെ ഒരു തെളിവാണ് എമ്പുരാൻ 2 എന്ന് പറഞ്ഞ് ഇപ്പോൾ ഇറങ്ങിയേക്കണ സിനിമ. കഷ്ടമുണ്ട്, പക്ഷെ നല്ലതാണ്. മലയാളത്തിലെ ഓഡിയൻസിനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്. മലയാളത്തിലെ ഓഡിയൻസ് കൃത്യമായിട്ട് പടത്തിനെ ജഡ്ജ് ചെയ്യുന്നുള്ളതാണ്. എന്നാക്ക് ഹൈപ്പ് നിങ്ങൾ എത്ര ചോപ്പർ കൊണ്ടിറക്കിയാലും എത്ര ലക്ഷറി വണ്ടികൾ എത്ര സ്യൂട്ടും കോട്ടും ഇട്ടുണ്ടെങ്കിലും കഥയില്ല. മലയാളികൾ ഒരു പടത്തിനെ അക്സെപ്റ്റ് ചെയ്യണമെങ്കിൽ ആ പടത്തിൻ്റെ കണ്ടൻറ്റ് മുഖ്യമാണ്. ബിഗിലെ ഈ പറഞ്ഞ നീ എന്നാ പടം കാണിച്ചിട്ടും കാര്യമില്ല, എന്നാ തള്ളു തള്ളിയിട്ടും കാര്യമില്ല, അത് മൂക്കും കുത്തി വീഴത്തുള്ളൂ എന്നുള്ളതിൻ്റെ ഏറ്റവും അവസാനമുള്ള മകുടോദാഹരണമാണ് ഈ കാണുന്ന L2.